നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അയവില്ല, ചർച്ചയ്ക്കില്ല എന്ന നിലപാടെടുക്കുകയാണ് ഇറാൻ. സൗദിയിലെ അറാംകോയിലേക്ക് അടക്കം ആക്രമണം നടത്തുകയാണ് ഹൂതികൾ. ഇറാനെതിരെയുള്ള സൈനിക നീക്കത്തിൽ അത്യാധുനിക ആയുധങ്ങളെയും സാങ്കേതികവിദ്യയും അമേരിക്ക ഉപയോഗിച്ചുവെന്നാണ് സൂചന. വൺ വേ അറ്റാക്ക് ഡ്രോണുകൾ, ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ, സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങൾ, ശത്രുവിന്റെ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർക്കുന്ന EA-18G ഇലക്ട്രോണിക് അറ്റാക്ക് വിമാനങ്ങൾ എന്നിവ അമേരിക്ക പ്രയോഗിച്ചതായാണ് മനസ്സിലാക്കുന്നത്. വളരെ കരുതലോടെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണ് ലോകരാജ്യങ്ങൾ. അമേരിക്ക കൂടി നടപടി ശക്തമാക്കിയതോടെ പശ്ചിമേഷ്യൻ സംഘർഷം ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യം ഉയരുന്നു. ഉച്ചവാർത്ത തുടങ്ങുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. കുവൈറ്റിൽ അമേരിക്കയുടെ പോർവിമാനം F-15 തകർത്തുവെന്ന് ഇറാൻ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ഇറാനിലെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം തകർത്ത് വീണ്ടും അമേരിക്കയുടെ B-2 ബോംബർ ആക്രമണം. ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് ഇറാൻ, ലക്ഷ്യം കാണും വരെ സൈനിക നടപടിയെന്ന് ഡൊണാൾഡ് ട്രംപ്. സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളത്തിന് നേരെയുള്ള ആക്രമണം തകർത്തെന്ന് ബ്രിട്ടൻ. ലെബനനിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുൾ പാരാമിലിറ്ററി കമാൻഡർ അടക്കം 31 പേർ കൊല്ലപ്പെട്ടു. ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം തുടരുന്നു. 3 അമേരിക്കൻ സൈനികർ കുവൈറ്റിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ബഹ്റിനിലും ഒരു മരണം. സൽമാൻ തുറമുഖം ആക്രമിച്ചു. ഇറാൻ എംബസി അടച്ച് UAE. ഒമാൻ തീരത്ത് കപ്പൽ കത്തിച്ചു. പ്രകോപനം തുടർന്നാൽ പ്രത്യാഘാതമെന്ന് GCC യോഗത്തിൽ മുന്നറിയിപ്പ്. എണ്ണവില കുതിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് വഴി എണ്ണ നീക്കം നിർത്തിവെച്ചു കമ്പനികൾ. സൗദിയിലെ അരാംകോ എണ്ണ കമ്പനിയിൽ ഹൂത്തികളുടെ ആക്രമണം. ഇന്ത്യക്കാരുടെ സുരക്ഷയിൽ അതീവ ആശങ്ക അറിയിച്ച് കേന്ദ്ര ഉന്നതതല യോഗം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ആശങ്ക അറിയിച്ച് നരേന്ദ്രമോദി. ഇന്ത്യക്കാരോടുള്ള കരുതലിൽ UAE-യെ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി. ഇന്നും സ്തംഭിച്ച അന്താരാഷ്ട്ര വിമാന സർവീസുകൾ. ഗൾഫിൽ SSLC+2 പരീക്ഷകൾ മാറ്റി. പുതിയ തീയതികൾ പിന്നീട് പ്രഖ്യാപിക്കും. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ മകം തൊഴൽ 2 മണി മുതൽ രാത്രി 9:30 വരെ ഭക്തർക്ക് ദർശനം നടത്താം. ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാല നാളെ. അപ്രതീക്ഷിത നീക്കവുമായി CPM. തൃപ്പൂണിത്തുറയിൽ M സ്വരാജ് ഇല്ല. പകരം വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ. ഉടുമ്പൻചോലയിൽ MM മണിയെ വെട്ടി KK ജയചന്ദ്രൻ. തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേത്. പാലക്കാട് രമേശ് പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. M ലിജു തൃപ്പൂണിത്തുറയിലും പട്ടികയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ KP ശങ്കരദാസിന് ജാമ്യമില്ല. മുൻ ദേവസ്വം ബോർഡ് അംഗത്തിന്റെ 2 ജാമ്യ ഹർജികളും കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ജാമ്യഹർജി ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. ജാമ്യം തള്ളിയത് മെഡിക്കൽ റിപ്പോർട്ടുകൾ അടക്കം പരിശോധിച്ച്. ഗൾഫ് രാജ്യങ്ങൾക്ക് പിന്നാലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ച് ഇറാൻ. അതേസമയം ഇറാനെതിരെയുള്ള US-ഇസ്രായേൽ ആക്രമണത്തിൽ ബ്രിട്ടനും ഒപ്പം ചേർന്നു. ഇതിനിടെ ഇറാൻ പ്രത്യാക്രമണം കടുപ്പിച്ചു. ഇസ്രായേലിലും ഗൾഫ് രാജ്യങ്ങളിലും ആക്രമണം നടത്തിയ ഇറാൻ പിന്നാലെ UK-യിലെ സൈപ്രസിലും ആക്രമണം നടത്തി. സൈപ്രസിലെ UK സൈനിക താവളം ലക്ഷ്യമിട്ടാണ് മിസൈലുകൾ പ്രയോഗിച്ചതെന്ന് റിപ്പോർട്ടുണ്ട്. RAF അക്രോതിരിയിലാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രതിരോധ നടപടികൾ ശക്തമാക്കിയതായും പ്രദേശത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ജാഗ്രതയിലാണെന്നും UK ഡിഫൻസ് വകുപ്പ് അറിയിച്ചു. US-ഉം ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഒപ്പം ചേരുന്നതായി ബ്രിട്ടൻ അറിയിച്ചതിന് പിന്നാലെയാണ് സംഭവം. അതേസമയം US-ന്റെ അഭ്യർത്ഥന പ്രകാരം പരിമിതമായ പ്രതിരോധ ആവശ്യങ്ങൾക്കായി തങ്ങളുടെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ സ്ഥിരീകരിച്ചിരുന്നു. ഇറാനിലെ മിസൈൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി US പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനായിട്ടാണ് UK അനുമതി നൽകിയത്. തുടക്കത്തിലെ ആക്രമണങ്ങളിൽ UK പങ്കെടുത്തിട്ടില്ലെന്നും സഖ്യരാജ്യങ്ങളുടെ കൂട്ടായ സുരക്ഷയും ബ്രിട്ടീഷ് പൗരന്മാരുടെ സുരക്ഷയും ഉറപ്പാക്കുന്നതാണ് UK-യുടെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ വ്യക്തമാക്കി. ഇറാൻ ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്നും ആണവായുധ പദ്ധതി വികസിപ്പിക്കുന്ന രീതി കണ്ടിട്ടുള്ള ആർക്കും അത് ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് സംശയമുണ്ടാകില്ല എന്നും UK പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറഞ്ഞു. അമേരിക്കയുടെ നടപടി നിയമപരമാണോ എന്നത് അത് അമേരിക്കയാണ് വിശദീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തറിൽ പ്രവർത്തിക്കുന്ന RAF ടൈഫൂൺ യുദ്ധവിമാനം ഒരു ഇറാനിയൻ ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയതായി UK ഡിഫൻസ് വകുപ്പ് അറിയിച്ചു. സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഒരു UK വിമാനം ഇറാനിയൻ ഡ്രോൺ തകർത്തത് ഇതാദ്യമായിട്ടാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.
പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അയവില്ല, അമേരിക്കയുമായി യാതൊരു ചർച്ചയ്ക്കുമില്ല എന്ന നിലപാടാണ് ഇറാൻ എടുക്കുന്നത്. സൈനിക നടപടി 4 ആഴ്ച വരെ നീണ്ടേക്കാമെന്ന് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം B-2 ബോംബർ ഉപയോഗിച്ച് അമേരിക്ക തകർത്തു. അതിനിടെ അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെ ട്രംപ് നടത്തുന്ന സൈനിക നടപടിക്കെതിരെ സെനറ്റർമാർ രംഗത്ത് വന്നിട്ടുണ്ട്. വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ലിജിൻ നൽകും. ലിജിൻ, നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ഒരുപക്ഷെ സമാധാന ചർച്ചകൾ ഉണ്ടാകുമെന്ന്. പക്ഷേ ഇപ്പോഴുള്ള വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ സമാധാന ചർച്ചയ്ക്കൊന്നും ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ്. പൂർണ്ണമായും ഒരു സൈനിക നടപടി തന്നെ എന്നുള്ള തരത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം ഈ സൈനിക നടപടിക്കെതിരെ ഡൊണാൾഡ് ട്രംപിന് വലിയ പിന്തുണ ഒരു ഭാഗത്ത് കിട്ടുകയാണെങ്കിൽ മറുഭാഗത്ത് അമേരിക്കക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പും വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അഖില, എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം അയയുന്നില്ല, സംഘർഷത്തിന് അയവുണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഈ മണിക്കൂറിലും നൽകാനുള്ള ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഇറാൻ അമേരിക്കയുമായി യാതൊരു ചർച്ചയ്ക്കുമില്ല, സമവായത്തിനില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ മുൻകൂട്ടി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ഇറാൻ്റെ സൈനികരോടും അതോടൊപ്പം തന്നെ ഇറാനോടും വളരെ കൃത്യമായി ട്രംപ് പറഞ്ഞു വെക്കുകയാണ്. തങ്ങളുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് വരെ കൃത്യമായ നിലപാടുമായി അല്ലെങ്കിൽ ആക്രമണവുമായി മുന്നോട്ട് പോകുമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. അങ്ങനെ രണ്ട് മേഖലയിലും ഇറാനും അതോടൊപ്പം തന്നെ അമേരിക്കയും നിലപാട് വ്യക്തമാക്കുന്നതോടുകൂടെ ഈ ചർച്ച അല്ലെങ്കിൽ സമവായ നീക്കം എന്നതിൽ താൽക്കാലികമായിട്ടെങ്കിലും ഇപ്പോൾ ഒരു വ്യക്തത ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അതിന് നീളം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. 4 ആഴ്ചയോളം ഒരുപക്ഷെ ഈ യുദ്ധം നീണ്ടു നിൽക്കാം എന്നാണ് ട്രംപിൻ്റെ വാദം. ഒപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ വിമർശനം ട്രംപിനെതിരെ ഉയരുന്നുണ്ട്. അമേരിക്കൻ കോൺഗ്രസിൽ സാധാരണഗതിയിൽ സൈനിക നടപടികൾ, പ്രത്യേകിച്ച് ഇത്തരം സുപ്രധാന നീക്കങ്ങൾ നടത്തുമ്പോൾ അവിടെ കൂടിയാലോചന വേണം, അനുമതി വേണം. പക്ഷേ ഇതൊന്നും പാലിക്കാതെ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിയാണ് ട്രംപ് ഇത്തരം നീക്കം നടത്തുന്നത് എന്നാണ് സെനറ്റർമാർ വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഭാഗമായി ട്രംപിനെ നിയന്ത്രിക്കണം എന്നുള്ള ആവശ്യം അവിടെ ഉയരുകയാണ്. മറുവശത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമോന്നത നേതാവിനെ വകവരുത്തിയതിൻ്റെ ആ ഒരു തിരിച്ചടി ഇനിയും തുടരും എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിൽ, പശ്ചിമ രാജ്യങ്ങളിൽ, പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ ഈ ആക്രമണം കടുപ്പിക്കുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വ്യാപാര ഗതാഗത പാത, അവിടെ കൂടെയുള്ള ഈ കപ്പൽ യാത്ര, എന്തായാലും ഈ വ്യാപാര മാറ്റം അവിടെ ഇപ്പോൾ താൽക്കാലികമായി കമ്പനികൾ നിർത്തിവെച്ചിരിക്കുന്നു. അത് ലോകരാജ്യങ്ങളെ കാര്യമായി ബാധിക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. സ്വാഭാവികമായും ഈ ലോകരാജ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സമവായത്തിലെത്തണം, ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ സംഘർഷം അധികം നീണ്ടു പോകരുത് എന്നുള്ള ഒരു നിലപാട് ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അക്കാര്യങ്ങൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് വരികയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ സംഘർഷം ഒഴിവാക്കണം എന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അപ്പോഴും അമേരിക്ക ഈ പറയുന്നത് പോലെ ഇറാന്റെ പ്രധാന ആയുധ ശേഖരങ്ങളിലൊക്കെ തന്നെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിലൊക്കെ തന്നെ ബോംബർ 2 വിമാനം ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്നു. മറുവശത്ത് ഇറാനും പ്രത്യാക്രമണം ശക്തമാക്കുകയാണ് ഈ മണിക്കൂറിൽ. അഖില, ലിജിനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഗൾഫ് മേഖലയിലേക്ക് പോവുകയാണ്. ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം തുടരുകയാണ്. 3 അമേരിക്കൻ സൈനികർ കുവൈറ്റിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഒപ്പം ബഹ്റിനിലും ഒരു മരണമുണ്ടായി. സൽമാൻ തുറമുഖം ആക്രമിച്ചിട്ടുണ്ട്. ഇറാൻ എംബസി UAE അടച്ചു. ഒമാൻ തീരത്ത് കപ്പൽ കത്തിച്ചതടക്കമുള്ള നടപടികളാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് നൽകുന്നത്. അതോടൊപ്പം തന്നെ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് GCC യോഗം മുന്നറിയിപ്പ് നൽകുകയാണ്. ഹോർമൂസ് കടലിടുക്ക് വഴി എണ്ണ നീക്കം കമ്പനികൾ തൽക്കാലം നിർത്തിവെച്ചു. സൗദിയിലെ അറാംകോ എണ്ണ കമ്പനിയിൽ ഹൂതികൾ ആക്രമിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. വലിയ ആശങ്ക ഗൾഫ് മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ അറാംകോയിലൊക്കെ ആക്രമണം നടത്തുന്നത് വലിയ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ശ്രീരാജ് കൈമൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ശ്രീരാജ് സൂചിപ്പിച്ച പോലെ തന്നെ UAE അടക്കമുള്ള രാജ്യങ്ങൾ വളരെ കരുതലോടെ മുന്നോട്ട് പോവുകയാണ്. മുന്നറിയിപ്പൊക്കെ GCC യോഗം നൽകുകയാണ്. പ്രകോപനം തുടർന്നാൽ പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ളത്. ഒപ്പം ഈ അറാംകോയിലടക്കം ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരം കൂടി വരുന്നുണ്ടല്ലോ. അഖില അവസാനം സൂചിപ്പിച്ച കാര്യത്തിൽ തന്നെ തുടങ്ങാം. സൗദി അരാംകോയിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ സൗദി അറേബ്യ ഈ കാര്യം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മറ്റൊന്ന് കുവൈറ്റിലേതാണ്. കുവൈറ്റിലെ ഉള്ള അമേരിക്കക്കാരുടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ കുവൈറ്റിലെ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുവൈറ്റിലെ അൽ അഹമ്മദി റിഫൈനറിയിൽ അവശിഷ്ടങ്ങൾ വീണ്, ഈ ഡ്രോണിന്റെയോ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് 2 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന് കുവൈറ്റിൽ അമേരിക്കയുടെ F-15 യുദ്ധവിമാനം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രാദേശിക അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. പക്ഷെ അത് സംബന്ധിച്ചും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ നമുക്ക്
നമുക്ക് ലഭ്യമായിട്ടില്ല. UAE-യിലേക്ക് എത്തിയാൽ UAE-യിൽ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഓൺലൈൻ പഠന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ദുബായിലുള്ള താമസക്കാർക്ക് എമർജൻസി അലർട്ട് അവരവരുടെ ഫോണുകളിൽ വന്നിരുന്നു. പിന്നാലെ പലയിടങ്ങളിലും വലിയ ശബ്ദം കേട്ടുവെന്ന് മലയാളികൾ അടക്കമുള്ളവർ അറിയിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ UAE-യിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അത് വളരെ സാധാരണ രീതിയിലുള്ള ഒരു വാർത്താക്കുറിപ്പാണ്. പൂർണ്ണതോതിൽ എംബസിയും കോൺസുലേറ്റും പ്രവർത്തിക്കുന്നു എന്നാണ് വാർത്താക്കുറിപ്പിൽ പ്രധാനമായി അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രവാസികൾ ഇന്ത്യക്കാരെ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്ന് എംബസി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷിതരായിരിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുമാണ് ആ അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. ഒരു ടോൾ ഫ്രീ നമ്പറും വാട്സപ്പ് നമ്പറും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എംബസിയുടെ വാർത്താക്കുറിപ്പിൽ. എമിറേറ്റ്സ് വിമാന കമ്പനി ഇന്ന് വരെയുള്ള അപ്ഡേറ്റ് ആയിരുന്നു ഇന്നലെ നൽകിയിരുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് എമിറേറ്റ്സ് വിമാന കമ്പനി നാളെ, അതായത് മാർച്ച് 3 നാളെ വൈകിട്ട് 3 മണി വരെയുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ടെന്നുള്ള വിവരം നൽകുന്നുണ്ട്. സാധാരണ രീതിയിൽ അവർ നൽകുന്നത് പോലെ തന്നെ മറ്റൊരു ദിവസത്തേക്ക് സൗജന്യമായിട്ട് ടിക്കറ്റ് റീബുക്ക് ചെയ്യാനോ റീഫണ്ടിനോ ഉള്ള അവസരമുണ്ടെന്ന് പറയുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നടക്കേണ്ട SSLC +2 പരീക്ഷകൾ മാറ്റുമെന്ന വിവരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. CBSE പരീക്ഷകൾ മാറ്റിവെക്കുന്നത് സംബന്ധിച്ച് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. ശരി, ശ്രീരാജ് കൈമളാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും കരുതലോടെ മുന്നോട്ട് പോവുകയാണ് ലോക രാജ്യങ്ങൾ മുഴുവൻ. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച കേന്ദ്ര സർക്കാർ സാഹചര്യം വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കൗൺസിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് കമ്മിറ്റി യോഗം ചേർന്നു. മേഖലയിലുള്ള ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയെക്കുറിച്ച് യോഗം ആശങ്ക രേഖപ്പെടുത്തി. മേഖലയിൽ ഇന്ത്യക്കാർ നേരിടുന്ന അപകട സാഹചര്യവും പരീക്ഷകൾക്കടക്കം ഹാജരാകേണ്ട വിദ്യാർത്ഥികളുടെ ആശങ്കയും കമ്മിറ്റി പ്രത്യേകം ചർച്ച ചെയ്തു. വിമാന സർവീസുകളടക്കം അനിശ്ചിതമായി റദ്ദാക്കിയത് പ്രവാസികളെ വലിയ രീതിയിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട് എന്ന് യോഗം വിലയിരുത്തി. പ്രതിസന്ധിയിലായ ഇന്ത്യൻ പൗരന്മാരെ സഹായിക്കുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായി കേന്ദ്ര സർക്കാർ പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട്. സംഘർഷങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും യോഗം ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ രാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ വാഗ്ദാനം ചെയ്തു. UAE ഭരണാധികാരിയും ടെലിഫോണിൽ ബന്ധപ്പെട്ട് മേഖലയിലെ ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യക്കാർക്ക് നൽകുന്ന കരുതലിനും സുരക്ഷയ്ക്കും നന്ദി രേഖപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയം സ്ഥിതിഗതികൾ തുടർച്ചയായി നിരീക്ഷിക്കുന്നതിനോടൊപ്പം അതാത് രാജ്യങ്ങളിലെ എംബസികളുടെ ജാഗ്രതാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഗൾഫ് മേഖലയിലെ പരീക്ഷകൾ ഇപ്പോൾ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാറ്റിയതായി വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. SSLCക്കുള്ള മാർച്ച് 5 പരീക്ഷയും ഹയർ സെക്കൻഡറി മാർച്ച് 5, 6, 7 തീയതികളിലെ പരീക്ഷയുമാണ് നിലവിൽ മാറ്റിവെക്കുന്നത്. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. ഗൾഫിലും കേരളത്തിലുമായി പരീക്ഷാ സെന്ററുകളിൽ എത്തിച്ചേരാനാകാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് പ്രഥമ അധ്യാപകർ വഴി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ നൽകണമെന്നും അപേക്ഷയുടെ മെറിറ്റ് പരിശോധിച്ച് അനുകൂലമായ തീരുമാനമെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. മധ്യ പൗരസ്ത്യ ദേശത്ത് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ പരീക്ഷാ നടത്തിപ്പ് ഒരു പ്രതിസന്ധിയിലാണ്. SSLC മാർച്ച് 5 പരീക്ഷയും ഹയർ സെക്കൻഡറി മാർച്ച് 5, 6, 7 തീയതികളിലെ പരീക്ഷയും മാറ്റിവെക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. ഗൾഫിലും കേരളത്തിലുമായി ചില വിദ്യാർത്ഥികൾ പരീക്ഷാ സെൻ്ററുകൾ എത്തിച്ചേരുവാനാകാതെ പരീക്ഷ എഴുതുവാൻ കഴിയില്ല എന്ന ആശങ്കയിൽ കഴിയുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. ഇക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുഞ്ഞുങ്ങൾക്കൊപ്പമുണ്ട്. അങ്ങനെ പരീക്ഷ എഴുതുവാൻ കഴിയാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് പ്രഥമ അധ്യാപകർ പ്രിൻസിപ്പൽ വഴി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ നൽകേണ്ടതാണ്. ഹോങ്കോങ്ങിൽ നിന്നുള്ള ചരക്ക് കപ്പൽ കൊല്ലത്തടുപ്പിച്ചു. സൗദിയിലേക്കുള്ള കപ്പലാണ് അടുപ്പിച്ചത്. യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കൊല്ലത്ത് കപ്പൽ അടുപ്പിക്കാൻ സഹായം തേടിയത്. ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ മകം തൊഴൽ ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ ആരംഭിക്കും. രാത്രി 9:30 വരെ ഭക്തർക്ക് മകം തൊഴാം. വിശ്വമംഗലം സ്വാമിയാർക്ക് ദേവി സർവാഭരണ വിഭൂഷിതയായി ദർശനം നൽകിയതിന്റെ സ്മരണ പുതുക്കുന്നതാണ് ഈ പുണ്യദിനം. മകം തൊഴാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. സർവാഭരണ വിഭൂഷിതയായി വില്ലുമംഗലം സ്വാമിയാർക്ക് ദേവി ദർശനം നൽകിയതിന്റെ സ്മരണയിലാണ് മകം തൊഴൽ നടത്തുന്നത്. രാവിലെ 5:30 ഓണക്കുറ്റിച്ചിറയിൽ ആറാട്ടും ഇറക്കിപ്പൂജയും നടത്തി ഇന്നത്തെ ചടങ്ങുകൾ ആരംഭിച്ചു. ആറാട്ടുകടവിൽ പറകൾ സ്വീകരിച്ച ശേഷം ദേവി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി.
ഉച്ചയ്ക്ക് 1-ന് മകമൊരുക്കങ്ങൾക്കായി നടയടയ്ക്കും. തന്നെ ഈ സമയം ദർശിക്കുന്ന പെൺകുട്ടികൾക്ക് നല്ല വരനയും സൽസന്തതികളും മറ്റുള്ളവർക്ക് സമസ്ത ഐശ്വര്യങ്ങളും കിട്ടുമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു. ഈ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ മകംതൊഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാർത്തികയ്ക്കും മകത്തിനും ചാർത്തുന്ന പ്രത്യേക ഗോളകയാണ്. ആ ഗോളകയിൽ പ്രത്യേക ചില മാലകളുണ്ട്. ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിനും വിശേഷാൽ പുഷ്പാലങ്കാരങ്ങളോടെയാണ് ഇത് നടക്കുക. ആയിരക്കണക്കിന് ഭക്തരാണ് മകം തൊഴാൻ കാത്തു നിൽക്കുന്നത്. വർക്കലയിൽ നിന്നാണ് വരുന്നത്. ദേവി നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം സാധിച്ചു തരും. പിന്നെ ഞാൻ മാസം തോറും വന്ന് തൊഴുപോരുന്നു. നാളെ പൊങ്കാലയ്ക്ക് പോകാൻ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ രാത്രി 2 മണിക്ക് വന്നു വീട്ടിൽ നിന്ന്. ഇവിടെ എത്തുമ്പോൾ 5:30. പാലക്കാട് നിന്ന് കൊല്ലം വരുന്നതാണ്. ഇപ്പം അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇരിക്കാൻ വയ്യാണ്ട് ഇവിടെ വന്ന് ഇരിക്കുകയാണ്. കാല് നോക്കിയിട്ടിട്ട് കാല് വേനിച്ചിട്ട് താഴത്തിരിക്കാൻ പറ്റണില്ല. കൊല്ലം വെളുപ്പിന് 2 മണിയായപ്പോൾ എത്തി. പൊങ്കാല ഇടാൻ പോകുന്നുണ്ട്. കനത്ത സുരക്ഷയിലാണ് ചോറ്റാനിക്കര ക്ഷേത്രവും പരിസരവും. 800 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ക്യൂ സംവിധാനവും ഉണ്ട്. രാത്രി 9:30 വരെയാണ് മകം തൊഴൽ. അമൃത ന്യൂസ്, കൊച്ചി. ഭക്തലക്ഷങ്ങൾ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിനായി നാടൊരുങ്ങി. നാളെ അനന്തപുരി യാഗശാലയായി മാറും. 8ാം ഉത്സവ ദിവസമായ ഇന്ന് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ദേവിക ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. നാളെയാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ഭക്തിനിർഭരം കാത്തിരുന്ന പൊങ്കാല. നാളെ ചന്ദ്രഗ്രഹണമായതിനാൽ 3:10 മുതൽ 7 മണി വരെ വൈകുന്നേരം ദർശനം സാധ്യമല്ല. അതിന്റെ ഒരു തിരക്ക് തന്നെയാണ് നമുക്ക് ഈ ക്ഷേത്ര സന്നിധിയിലും മൈതാനത്തുമൊക്കെ കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ ഭക്തജനങ്ങളുടെ വലിയൊരു നീണ്ട നിരയാണ് ഈ ദേവി ഒരുന്നൊക്കെ കാണാൻ വേണ്ടി ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും പൊങ്കാലയ്ക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ട്. നാളെ രാവിലെ 9:45 പണ്ടാര അടുപ്പിൽ തീ പകരുക. ക്ഷേത്ര മേൽശാന്തി ശ്രീകോവിലിൽ നിന്നും ദീപം പകർന്ന് ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള ക്ഷേത്ര തിടപ്പള്ളിയിലെ അടുപ്പിലേക്ക് തീ പകരും. അതിനുശേഷം ഈ ദീപം സഹമേൽശാന്തിക്ക് കൈമാറും. സഹമേൽശാന്തിയാണ് വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുന്നിൽ സജ്ജീകരിച്ചിട്ടുള്ള പണ്ടാര അടുപ്പിലും തീ പകരുക. അങ്ങനെ തീ പകർന്നാൽ ഉടൻ തന്നെ ഭക്തജനങ്ങൾക്ക് സ്വന്തം അടുപ്പുകളിലേക്ക് അഗ്നി പകരാമെന്ന സൂചനയായി കഥനാവെടികളും ചെണ്ടമേളവും മുഴങ്ങും. അങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ ഏകദേശം 10 കിലോമീറ്ററോളം പരിധിയിൽ ഈ അടുപ്പ് ഒരുക്കി ഭക്തിപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനങ്ങൾക്ക്, ഭക്തലക്ഷങ്ങൾക്ക് ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നിവേദ്യമായി പൊങ്കാല സമർപ്പണം നടത്താം. ആഗ്രഹസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പൊങ്കാല സമർപ്പണം നടത്തുന്നത്. പഞ്ചഭൂതങ്ങളുടെ ഒരു സമ്മേളനമായിട്ടാണ് ഈ ആറ്റുകാൽ പൊങ്കാലയെ കാണുന്നത്. എന്തായാലും അതിലൂടെ ഈ പൊങ്കാല നിവേദ്യം ഒരു വിശിഷ്ടമായിട്ടുള്ള നൈവേദ്യമായി മാറുമെന്ന കരുതൽ തന്നെയാണ് ഭക്തരുള്ളത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ ഇത്തരത്തിൽ ചന്ദ്രഗ്രഹണമാണ്. ഈ ഒരു ദേവീ ദർശനത്തിനൊക്കെ കുറച്ച് പരിമിതികളുണ്ട്. ഈ 1:30 മുൻപേ ഈ താലപ്പൊലി എന്ന് പറയുന്നത് ഈ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പൊങ്കാല ദിവസം നടക്കുന്ന മറ്റൊരു ചടങ്ങാണ്. എം സ്വരാജിന്റെയും എം മണിയുടെയും സ്ഥാനാർത്ഥിത്വത്തിൽ അപ്രതീക്ഷിത നീക്കവുമായി CPM. തൃപ്പൂണിത്തുറയിൽ എം സ്വരാജിന്റെയും ഉടുമ്പൻചോലയിൽ എം മണിയുടെയും പേരുകൾ വെട്ടി സംസ്ഥാന നേതൃത്വം. ജില്ലാ ഘടകങ്ങൾ നിർദ്ദേശിച്ച പേരുകളാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാറ്റിയത്. തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണനും ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രനും ജനവിധി തേടും. പ്രമുഖരും ജനകീയരുമായ നേതാക്കളെ പലരെയും ഒഴിവാക്കിയാണ് ഇക്കുറി CPM സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത്. ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ 2 ടേം വ്യവസ്ഥ കർശനമാക്കണമെന്ന നിബന്ധന വന്നതോടെ പലരും പട്ടികയ്ക്ക് പുറത്തായി. AN ഷംസീറിന് പുറമെ എം സ്വരാജിനും ഇക്കുറി സീറ്റില്ല. തൃപ്പൂണിത്തുറയിൽ എം സ്വരാജിന്റെ പേരാണ് ജില്ലാ ഘടകം നിർദ്ദേശിച്ചത്. സ്വരാജിന് പുറമെ കൊച്ചി മുൻ മേയർ അനിൽകുമാറിന്റെ പേരും ജില്ലാ ഘടകം പരിഗണിച്ചിരുന്നു. എന്നാൽ ഇത് രണ്ടും മാറ്റി വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണന്റെ പേരാണ് സംസ്ഥാന ഘടകം നിർദ്ദേശിച്ചത്. MB ഷൈനി വൈപ്പിൻ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകും. 2016 മുതൽ ഉടുമ്പൻചോലയെ പ്രതിനിധീകരിക്കുന്നത് MM മണിയാണ്. 3ാം തവണയും മണി തന്നെ മത്സരിക്കണമെന്നാണ് ജില്ലാ ഘടകത്തിന്റെ ആവശ്യം. മണിയുടെ ജനകീയത മണ്ഡലം നിലനിർത്താൻ അനുകൂലമാകുമെന്നാണ് ജില്ലാ ഘടകം പറയുന്നത്. എന്നാൽ CPM സംസ്ഥാന സമിതി അംഗം KK ജയചന്ദ്രന്റെ പേരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചത്. PK ബിജു, P ജയരാജൻ തുടങ്ങിയ നേതാക്കൾ ഇക്കുറിയും പട്ടികയിലില്ല. കഴിഞ്ഞ തവണ മത്സരരംഗത്ത് നിന്നും മാറി നിന്ന മുൻ മന്ത്രിമാർ ഇക്കുറിയുമില്ല എന്നതും ശ്രദ്ധേയമാണ്. ചിലയിടങ്ങളിൽ വിയോജിപ്പുകളും അതൃപ്തിയും ഉയരുന്നതിനാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടി മത്സരിച്ചേക്കും. തൃപ്പൂണിത്തുറയിൽ M. ലിജുവാകും ജനവിധി തേടുക. സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് സ്ഥാനാർത്ഥി പട്ടിക നേതൃത്വം കൈമാറി. അന്തിമ തീരുമാനം ഉടനുണ്ട്. നടനും സംവിധായകനും ടെലിവിഷൻ അവതാരകനുമായ രമേശ് പിഷാരടി കോൺഗ്രസ് സഹയാത്രികനാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസിന്റെ പ്രചരണ പരിപാടികളിൽ സാന്നിധ്യം അറിയിക്കുന്ന പിഷാരടിയുടെ പേര് ചില തെരഞ്ഞെടുപ്പുകളിൽ ഉയർന്നു കേൾക്കാറുമുണ്ട്. ഇക്കുറി പാലക്കാടും തൃപ്പൂണിത്തുറയിലും പിഷാരടിയുടെ പേര് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വ ചർച്ചകളിൽ സജീവമായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സന്നദ്ധത രമേശ് പിഷാരടി പ്രകടിപ്പിച്ചിരുന്നില്ല. പാലക്കാട് മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ച അഭിമാന പോരാട്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണമെന്നത് കോൺഗ്രസിന്റെ പൊതുവായ ആവശ്യമാണ്. കെ. മുരളീധരന്റെയും രമേശ് പിഷാരടിയുടെയും പേരുകൾ സാധ്യതാ പട്ടികയിലുണ്ടായിരുന്നത്. എന്നാൽ കെ. മുരളീധരൻ വട്ടിയൂർക്കാവല്ലാതെ മറ്റൊരിടത്തും മത്സരിക്കില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. തുടർന്ന് ചർച്ചകൾക്ക് ശേഷം രമേശ് പിഷാരടി മത്സര സന്നദ്ധത അറിയിച്ചു. തൃപ്പൂണിത്തുറയിൽ കെ. ബാബു അനാരോഗ്യത്തെ തുടർന്ന് മത്സരിക്കില്ല എന്ന് ആദ്യമേ അറിയാമായിരുന്നു. പകരം മാസങ്ങൾക്ക് മുൻപേ ഉയർന്നുകേട്ട പേരാണ് M. ലിജുവിൻ്റേത്. അതിനിടെ മറ്റു പല പേരുകളും ചർച്ചകളിൽ ഉയർന്നു വന്നു. ഒടുവിൽ സാമുദായിക പരിഗണന കണക്കിലെടുത്ത് M. ലിജുവിനെ തന്നെ തൃപ്പൂണിത്തുറയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. സ്ഥാനാർത്ഥി പട്ടിക സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. അന്തിമ തീരുമാനം ഉടനുണ്ടാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ KP ശങ്കരദാസിന് ജാമ്യമില്ല. മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിന്റെ 2 ജാമ്യ ഹർജികളും കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാമ്യ ഹർജി. ശങ്കരദാസിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ അടക്കം കോടതി പരിശോധിച്ചിരുന്നു. അതേസമയം A. പത്മകുമാർ ദ്വാരപാലക ശില്പക്കേസിൽ സ്വാഭാവിക ജാമ്യ ഹർജി സമർപ്പിച്ചു. ജാമ്യ ഹർജി നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. നേരത്തെ കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന് ജാമ്യം ലഭിച്ചിരുന്നു. ദ്വാരപാലക ശില്പക്കേസിലും കൂടി ജാമ്യം ലഭിച്ചാൽ പത്മകുമാർ ജയിൽ മോചിതനാകും. സംവിധായകൻ ചിദംബരത്തിനെതിരെ ലൈംഗിക അതിക്രമ കേസ്. നടിയുടെ പരാതിയിൽ എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തത്. 2022 യുവതിയുടെ ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറിയെന്നാണ് കേസ്. എളംകുളത്തെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു സംഭവം. മന്ത്രി വീണ ജോർജ് പുറത്തിറങ്ങുന്ന സമയം മുതൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. മന്ത്രി പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് കേരളത്തിന് ബോധ്യമായി. സംഘടനാ പ്രവർത്തനത്തിലൂടെ വളർന്നു വരാത്തതുകൊണ്ടാണ് സമരങ്ങളെക്കുറിച്ച് മന്ത്രിക്ക് ധാരണയില്ലാത്തതെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. തീർച്ചയായിട്ടും വീണ ജോർജ് ഈ പറയുന്ന റെസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന പിറ്റേ ദിവസം മുതൽ വീണ്ടും ഞങ്ങളുടെ പ്രതിഷേധ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ സർക്കാരിനെതിരെ അത് ഞങ്ങളുടെ KSUവിന്റെയോ കോൺഗ്രസിന്റെയോ മാത്രം പ്രതിഷേധമല്ല, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങളുടെ പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ രോക്ഷമാണ് ഞങ്ങൾ ഈ കരിങ്കുടി സമരത്തിലൂടെ അല്ലെങ്കിൽ മറ്റ് പ്രതിഷേധ മാർഗങ്ങളിലൂടെയല്ല ഞങ്ങൾ പ്രതിഫലിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നല്ലല്ലോ, സംസ്ഥാന വ്യാപകമായി ഏതെല്ലാം ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം ഞങ്ങൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. ഇത് റെയിൽവേ സ്റ്റേഷനിലെ പ്രതിഷേധം സംഘടിപ്പിക്കപ്പെടുന്നത് ആദ്യമൊന്നുമല്ല. ഇതിനു മുൻപ് 2001 ഈ പറയുന്ന UDFന്റെ സർക്കാരിന്റെ കാലഘട്ടത്ത് അന്നത്തെ മന്ത്രിയായിരുന്ന KV തോമസിന് നേരെ ഈ പറയുന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണല്ലോ അന്ന് കരിയോലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നിട്ടിപ്പോ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 4 കിലോ കഞ്ചാവാണ് കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. തുടർന്ന് സ്റ്റേഷനിലും പ്ലാറ്റ്ഫോം പരിസരങ്ങളിലും RPFും എക്സൈസും പരിശോധന നടത്തി. തൃശൂരിൽ പുതിയ കളക്ടർ സ്ഥാനമേറ്റു. ടൂറിസം വകുപ്പ് ഡയറക്ടറായിരുന്ന ശിഖ സുരേന്ദ്രനാണ് ചുമതലയേറ്റത്. തൃശൂർ കളക്ടറായിരുന്ന അർജുൻ പാണ്ഡ്യനെ കാസർഗോഡ് ജില്ലാ കളക്ടറായി സ്ഥലം മാറ്റിയ സാഹചര്യത്തിലാണ് പുതിയ കളക്ടർ എത്തിയത്. തൃശൂരിൽ വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും തെരഞ്ഞെടുപ്പും പൂരവും ഭംഗിയായി നടത്തുമെന്നും കളക്ടർ പറഞ്ഞു. ഇടുക്കി ഉപ്പുതറയിലെ ഭൂപ്രശ്നത്തിന് പരിഹാരമില്ല. 12 സർവേ നമ്പറിലെ പോക്കുവരവ് ഉൾപ്പെടെ തടയാൻ ഭൂരേഖ തഹസിൽദാർ നിർദ്ദേശം നൽകി. ഇടുക്കി ജില്ലാ കളക്ടർ കട്ടപ്പന സബ് കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. ഇടുക്കി ഉപ്പുതറയിലെ സർവേ നമ്പർ 338, 274 എന്നിവിടങ്ങളിലെ ഭൂമിയിൽ പോക്കുവരവ് പാടില്ലെന്നാണ് വില്ലേജ് ഓഫീസർക്ക് പീരുമേട് ഭൂരേഖ തഹസിൽദാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ കട്ടപ്പന സബ് കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. രാജമാണിക്യം കമ്മീഷന്റെ റിപ്പോർട്ടിന്മേൽ 6 സർവേ നമ്പറിലെ കരം സ്വീകരിക്കുന്നത് റവന്യൂ വകുപ്പ് മുൻപ് തടഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ പട്ടയഭൂമി ഉൾപ്പെടുന്നത് സർവേ നമ്പർ 338-ലാണ്.
പീരുമേട് തേയിലക്കമ്പനിയുടെ അടിയാധാരത്തിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളാണ് ഇതെന്നും തോട്ടമുടമകളിൽ നിന്ന് ഭൂമി കർഷകർ വിലയ്ക്ക് വാങ്ങിയതാണെന്നും രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. തോട്ടം തരം മാറ്റിയ ഭൂമിയും സർക്കാർ തിരിച്ചുപിടിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. ഈ പരാമർശമാണ് കർഷകർക്ക് വിനയായത്. കാരണം എല്ലാ നൂലാമാലകളും സാധാരണ ആളുകളെ പിടിച്ചു തൂക്കി താഴോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉപദ്രവയിലെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഈ സർവേ നമ്പറിൽപ്പെട്ട ഭൂമികളെ കുറേ വെക്കുന്ന നടക്കാൻ പറ്റുന്നില്ല. രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് ഈ സർവേ നമ്പറിലെ കരം സ്വീകരിക്കുന്നത് തടഞ്ഞ് 2015 ഫെബ്രുവരി 22 ലാൻഡ് റവന്യൂ സെക്രട്ടറി ഉത്തരവിട്ടു. ഇതോടെ ഭൂമിയുടെ നിയമപരമായ എല്ലാ ക്രയവിക്രയങ്ങളും നിലച്ചു. പലരും ജപ്തി ഭീഷണിയിലാണ്. 338 അടക്കമുള്ള സർവേ നമ്പറിലെ ഭൂമി സർക്കാർ നൽകിയ കേസിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് കളക്ടർ മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ പോക്കുവരവ് ഉൾപ്പെടെ നിയമപരമായി ഒന്നും ചെയ്യരുതെന്നാണ് വില്ലേജ് ഓഫീസർക്ക് ഇപ്പോൾ തഹസിൽദാർ നൽകിയ നിർദ്ദേശം. അമൃത ന്യൂസ്, ഇടുക്കി. 2020 ലോകകപ്പിൽ ഇന്ത്യ സെമിയിൽ വെസ്റ്റ് ഇൻഡീസിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമി ഉറപ്പാക്കിയത്. 196 റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ഇന്ത്യക്ക് കരുത്തായത് സഞ്ജു സാംസന്റെ ബാറ്റിംഗ് മികവാണ്. സഞ്ജു പുറത്താകാതെ 97 റൺസ് നേടി സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. വ്യാഴാഴ്ചയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ. ഒപ്പം ആദ്യ സെമിയിൽ സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡിനെയാണ് നേരിടുക. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. നമസ്കാരം.